പ്രിയമുള്ളവരെ, വചനജ്വാല 1425 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 26 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭാപ്രസംഗകൻ 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ദൈവഭക്തി. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ദൈവത്തിന്റെ നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റ് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്? സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ള വാക്കുകളും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ദാരിദ്ര്യവും സമ്പത്തും. ഒരു ദേശത്തെ ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും ന്യായവും നീതിയും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. മേലാധികാരിയെ അവന് മുകളിലുള്ളവനും അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ്. രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഇതും മിഥ്യ തന്നെ. വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥനെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു. അതിനാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തൻ്റെ തന്നെ നാശത്തിനെ മുതൽ സൂക്ഷിക്കുന്നു. ഒരു സായാഹ്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തൻ്റെ പുത്രന് കൊടുക്കാൻ അതിൻ്റെ കൈവശം ഒന്നുമില്ലാതായി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. അവന്റെ പ്രയത്നത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. അതും വലിയ ഒരു തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്താലും വിലാപത്തിലും ആകുലതയിലും
രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവനെന്ത് പ്രയോജനം? ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവന്റെ ഗതി. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവൻ പര്യാകുലനല്ല. കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധരായ അന്നായും ജോവാക്കിമിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കന്യകാംബികയുടെ മാതാപിതാക്കന്മാരാണ് അന്നായും ജോവാക്കിമും. രണ്ടുപേരും ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ്. ജോവാക്കിമിന്റെ തിരുനാൾ പ്രാചീന കാലം മുതൽക്കും അന്നയുടെ തിരുനാൾ 4-ാം ശതാബ്ദം മുതൽക്കും പൗരസ്ത്യ സഭയിൽ ആഘോഷിച്ചു വരുന്നു. പാശ്ചാത്യ സഭയിൽ 15-ാം ശതാബ്ദം മുതൽ രണ്ടുപേരുടെയും തിരുനാളുകൾ ആഘോഷിച്ചു തുടങ്ങി. തങ്ങളുടെ അസാധാരണ പുത്രിയുടെ സംസർഗത്തിൽ ജനിച്ച ജോവാക്കീമും അന്നായും തങ്ങളുടെ അസാധാരണ പുത്രിയുടെ സംസർഗത്തിൽ ജോവാക്കീമും അന്നായും അത്യധികം ആധ്യാത്മിക ആനന്ദം അനുഭവിച്ചു. തൻ്റെ കുഞ്ഞ് ഉത്ഭവ പാപരഹിതയും സർവദാ നിർമ്മലയുമാണെന്നുള്ളത് മാതാപിതാക്കൾക്ക് ആനന്ദകരണമായിരിക്കുമല്ലോ. അവൾ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിഞ്ഞതു മുതൽ അവരുടെ സന്തോഷം എത്ര വർദ്ധിച്ചിരിക്കും. ദൈവമാതാവിന്റെ അമ്മയായ അന്ന എത്രയും വത്സലയായ ഒരമ്മയായിരുന്നു. പേരിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നത്രേ. അവളുടെ വാർദ്ധക്യത്താലാണ് മറിയം ജനിച്ചത്. തന്നിമിത്തം എത്രയും വാത്സല്യത്തോടെയാണ് ഈ ശിശുവിനെ വളർത്തിയതെന്ന് ഊഹിക്കാമല്ലോ. അമലോത്ഭവയായ ശിശുവിൻ്റെ ഓരോ കാൽവെപ്പും അന്നായ്ക്ക് വളരെ കൗതുകകരമായിരുന്നിരിക്കണം. യഹൂദ ശിശുക്കൾ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗ്രഹത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തദനുസാരം അന്ന തൻ്റെ ശിശുവിനെ 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചു എന്ന് ഒരു പാരമ്പര്യമുണ്ട്. അതിനാൽ തൻ്റെ നിർമ്മല ശിശുവിൻ്റെ സഹവാസത്തിൽ നിന്ന് ലഭിക്കാമായിരുന്ന ആനന്ദം അന്ന ബലി ചെയ്തു. ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന. അവളുടെ മാധ്യസ്ഥം തേടിയുള്ളവർ എല്ലാം അസാധ്യമായ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തീയ സാഹിത്യം സാക്ഷ്യപ്പെടുത്തുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തി 550 കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ അന്നായുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണി ചെയ്യുകയുണ്ടായി. 705 വേറൊന്ന് ജസ്റ്റീനിയൻ തൃതീയൻ നിർമ്മിച്ചു. വിശുദ്ധ അന്നായുടെ പേരുള്ള 9 ചൊവ്വാഴ്ച ഭക്തി ഇന്നും അയർലൻഡിൽ പാരമ്പര്യത്തിലുണ്ട്. വിശുദ്ധ അന്നായുടെ ശ്രേഷ്ഠത മറിയത്തിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, തൻ്റെ വത്സലപുത്രിയ ദൈവത്തിൻ്റെ കാഴ്ചവെച്ചത് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലല്ലേ. പ്രിയമുള്ളവരെ, കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് 2-ാം വത്തിക്കൻ സൂനഹദോസ് പഠിപ്പിക്കുന്നു. കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കാൻ
ദേവമാതാവിൻ്റെ മാതാപിതാക്കന്മാരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പരിശ്രമിക്കാൻ ഉത്തമമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധരായ അന്നായുടെയും ജോവാക്കിമിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.